അനീസ, എങ്ങനെ നടക്കുന്നു പ്രതിഷേധ സമരം? അവിടെ ദുരന്തബാധിതർ ഉൾപ്പെടെ വന്നിരുന്നാണ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം പ്രഖ്യാപിച്ചത്. അതെന്തുകൊണ്ട് സംഘർഷത്തിലേക്ക് നീങ്ങി? അതിന് UDFിന്റെ നേതൃത്വത്തിലുള്ള കളക്ടറേറ്റ് വളയൽ സമരം ആരംഭിച്ച് ഇപ്പോൾ 3 മണിക്കൂർ പിന്നിടുന്നു. രാവിലെ 7 മണി മുതലാണ് സമരം ആരംഭിച്ചത്. ഇന്നലെ വൈകിട്ട് ആരംഭിച്ച രാപ്പകൽ സമരം ഇന്ന് രാവിലെ 7 മണിയോട് അവസാനിച്ചതിന് ശേഷമാണ് കളക്ടറേറ്റ് വളയലിലേക്ക് കടന്നത്. ആദ്യഘട്ടത്തിൽ സമാധാനപരമായി മുന്നോട്ട് പോയിരുന്ന സമരം പിന്നീട് ചില ജീവനക്കാർ അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചതോടുകൂടി സംഘർഷത്തിലേക്ക് കടക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത്. ഏതായാലും അവർ പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് അകത്ത് കയറിയത് എന്നാരോപിച്ചുകൊണ്ടാണ് UDF പ്രവർത്തകർ വലിയ തരത്തിലുള്ള സംഘർഷത്തിലേക്ക് കടന്നത്. ഇപ്പോൾ ആ സംഘർഷത്തിന് ഒരു അയവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രതിഷേധ പ്രവർത്തകരെല്ലാവരും തന്നെ പ്രദേശത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വയനാട് കളക്ടറേറ്റ് മുന്നിൽ 2 ഗേറ്റുകളും അടച്ചു വെച്ചുകൊണ്ട് ജീവനക്കാരെ തടഞ്ഞുകൊണ്ടുള്ള സമരമാണ് മുന്നോട്ട് പോകുന്നത്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വഞ്ചന കാണിക്കുകയാണ്, സംസ്ഥാന സർക്കാരിന് മാടമ്പിയുടെ സ്വഭാവമാണ് എന്നാണ് കൽപ്പറ്റ MLA ടി സിദ്ദീഖ് അല്പസമയം മുമ്പ് നമ്മോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഏതായാലും ഗുരുതരമായ വീഴ്ചകൾ സംസ്ഥാന സർക്കാരിന് ഉണ്ട് എന്നാരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം തുടരുന്നത്. എന്തൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഉറ്റവരോടൊക്കെ നമുക്ക് നഷ്ടപ്പെട്ട്, പിന്നെ വീട് നീലിക്കാപ്പ് ചൂരൽമല ഭാഗത്തും മുണ്ടക്കൈ നമ്മളെ ബാക്കിയുള്ളവരൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവർക്ക് കിടക്കാൻ ഈ ഒരു സമരം ന്യായമായ സമരമാണിത്. അത് കിട്ടണവരെ ഞങ്ങൾ സമരം ചെയ്യും. ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ഞങ്ങൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അവസാനം പറഞ്ഞിട്ടുള്ളത് 2 എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കൂല, ഒരു എസ്റ്റേറ്റിൽ അത് 7 സെന്റ് 5 സെന്റ് എന്നുള്ളത് മാറ്റി 7 സെന്റ് ആക്കിയിട്ടുണ്ട്. അത് പോരാ. 7 സെന്റിലൊന്നും നമുക്ക് താമസിക്കാൻ പറ്റൂല. എന്താ വെച്ചാൽ ചെറിയ ചെറിയ വീടുകളും ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുക. കൽപ്പറ്റയിലാണോ അതല്ല മറ്റേ നേരത്തെ പറഞ്ഞ എസ്റ്റേറ്റിലാണോ ആദ്യം ഏറ്റെടുക്കേണ്ടത് എന്നാണ് നിങ്ങൾ കരുതുന്നത്? നമുക്കിപ്പോ ഏറ്റെടുക്കേണ്ടത് നെടുമല എസ്റ്റേറ്റ് ആണ്. നമുക്ക് ഏറ്റെടുക്കാൻ ഏറ്റവും ഞങ്ങൾക്ക് സൗകര്യമാണ്, നമ്മുടെ ജോലിയും മറ്റും ഉള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എളുപ്പം അതാണ്, നെടുമ്പാല എസ്റ്റേറ്റ് ആണ് ഞങ്ങൾക്ക്. പിന്നെ എന്തൊക്കെയാണ് നിങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ? പ്രധാനപ്പെട്ട ഞങ്ങൾക്ക് എല്ലാ സംവിധാനങ്ങളും അതിൽ വേണം. അതായത് ഹോസ്പിറ്റൽ വേണം, പിന്നെ സ്കൂൾ വേണം. ദുരന്തത്തിൽ ഗുരുതരമായി പരിക്കേറ്റവരുടെ ചികിത്സ സഹായം ഇതുവരെ കൊടുത്തിട്ടില്ല, അത് കിട്ടണം. പിന്നെ ഒരുപാട് ആൾക്കാർ കയ്യും കാലൊക്കെ പൊട്ടിയിട്ടുണ്ട്, പല ആൾക്കാരും ആസ്പത്രിയിലാണ്. അപ്പൊ അതെല്ലാം ദുരന്തം കഴിഞ്ഞ് 7 മാസം പിന്നിടുമ്പോൾ ഇപ്പോഴും ദുരിതം തീരാതെയാണ് ദുരന്തബാധിതർ കഴിയുന്നത് എന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ആ ഒരു സന്ദർഭത്തിലാണ് UDF പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങുന്നത്. വലിയ തരത്തിലുള്ള സമരത്തിലേക്ക് UDF കടന്നിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി രാപ്പകൽ സമരം നടത്തി. അത് ഉപവാസ സമരമായിരുന്നു. കൽപ്പറ്റ MLA ടി സിദ്ദീഖ് ഇന്ന് രാവിലെ 7 മണിയോടുകൂടി നാരങ്ങനീര് കഴിച്ച് ഉപവാസ സമരം അവസാനിപ്പിച്ചതോടുകൂടിയാണ് ഇന്ന് കളക്ടറേറ്റ് വളയലിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടുള്ളത്. സംഘർഷം കൂടി ഉണ്ടായ സാഹചര്യത്തിൽ പോലീസിന്റെ വലിയ തരത്തിലുള്ള ബന്ദോബസ്താണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പോലീസ് വലിയ ജാഗ്രതയോടെ നിന്നിരുന്നെങ്കിൽ പോലും ചില ജീവനക്കാർ അകത്ത് കയറി എന്ന് വന്നതോടുകൂടിയാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് UDF പ്രവർത്തകർ പോയത്. അല്പസമയം മുമ്പ് വരെ കളക്ടറേറ്റിനുള്ളിൽ കയറി വലിയ തരത്തിലുള്ള മുദ്രാവാക്യം വിളികളും സംഘർഷവും ഉണ്ടായി. അതിനുശേഷം ഇപ്പോൾ പ്രവർത്തകരെ അനുനയിപ്പിച്ച് നേതൃത്വം പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. പുറത്ത് ഇപ്പോൾ 2 ഗേറ്റുകളിലും കുറെ കൂടി ശക്തമായ രീതിയിലുള്ള സുരക്ഷ ഒരുക്കിക്കൊണ്ട്, അതായത് ഈ UDF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പഴുതടച്ച് ആർക്കും അകത്ത് കയറാൻ കഴിയാത്ത രീതിയിൽ അവർ കുറെ കൂടി ശക്തമായി സമരം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇതേ തുടർന്ന് പോലീസിന്റെ നേതൃത്വത്തിലും വലിയ തരത്തിലുള്ള സുരക്ഷ ഒരുക്കിയിരിക്കുന്നു. ഇപ്പോൾ ആരെയെങ്കിലും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ചില ആളുകൾ, ജീവനക്കാരായ ചില ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് പക്ഷേ അകത്ത് കയറാൻ കഴിഞ്ഞിട്ടില്ല. അവര് ഇന്ന് ജോലിക്ക് ഹാജരായിട്ടുണ്ടെങ്കിൽ ജോലിക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ പോലും അകത്ത് കയറാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ജീവനക്കാരാണോ? അകത്ത് കയറാൻ പറ്റുന്നില്ല? ഇല്ല, പറ്റുന്നില്ല. അകത്ത് കയറാൻ ശ്രമിച്ചിരുന്നോ? അതാണോ സംഘർഷത്തിന് കാരണമായത്? അതോ നിങ്ങളല്ലാത്ത വേറെ ആരെങ്കിലും ആണോ ശ്രമിച്ചത്? അല്ല, ഞങ്ങൾ ഇഷ്യൂസ് കണ്ടപ്പോൾ നമ്മൾ സൈഡിലേക്ക് മാറി നിന്നു. ഈ ഒരു സമരത്തോടുള്ള എന്താണ് സമരം ന്യായമായ ഒരു ആവശ്യമായിട്ട് തോന്നുന്നുണ്ടോ? അവരുടെ അവകാശങ്ങൾ കിട്ടണമല്ലോ, അതിനു വേണ്ടി. ജീവനക്കാരാണ് എങ്കിൽ പോലും മുണ്ടക്കൈ ചൂരൽമല അതിനോട് അനുകൂലിക്കുന്ന ജീവനക്കാരുണ്ട്. സംഘർഷത്തിലേക്കും കാര്യങ്ങൾ പോയിട്ടുണ്ട്.